ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നവംബർ മാസത്തിൻ്റെ 14-ാം തീയതി നമ്മുടെ രാജ്യത്ത് ശിശുദിനം ആഘോഷിക്കും. ആഗോളതലത്തിൽ നവംബർ 20-നാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. 964 മുമ്പ് വരെ ഇന്ത്യയിലും നവംബർ 20-നായിരുന്നു ശിശുദിനം ആഘോഷിച്ചിരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള തീരുമാനം അങ്ങനെയായിരുന്നു. എന്നാൽ 964-ൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തോടുകൂടെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഓർക്കാനായി 964-ൽ അദ്ദേഹത്തിന്റെ വിയോഗാനന്തരം പാർലമെന്റിൽ ബില്ല് പാസ്സാവുകയും പ്രമേയം പാസ്സാവുകയും ശിശുദിനം നവംബർ 14-ന് തന്നെ നടത്തണമെന്ന് തീരുമാനമാവുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളെ നടപ്പാക്കുക എന്ന ലക്ഷ്യവും കൂടിയുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ ആദ്യം അതാണ്. അതോടൊപ്പം തന്നെ അവരുടെ സംരക്ഷണം, അവയെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുക എന്നത് ശിശുദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി തന്നെ നമ്മുടെ രാജ്യത്ത് എത്ര വർഷങ്ങളായി അത് കൊണ്ടാടുന്നു. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇസ്ലാമികമായ തത്വങ്ങളെ ചിന്തിച്ചും പഠിച്ചും ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏറെ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഉണ്ട് എന്നത് സാന്ദർഭികമായ ഒരു ആവശ്യമാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമല് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ശൈശവ പ്രായത്തിൽ ജീവിക്കാനുള്ള അവകാശം കൊടുത്തതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അങ്ങനെ ജീവിക്കാനുള്ള അവകാശം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ചരിത്രം എവിടെയാ ഉള്ളത്? അത് 6-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ ആ ജനതയിൽ എത്രമാത്രം ഇരുളടഞ്ഞിരുന്നു, എത്രമാത്രം അവർ അന്ധതയുടെ പിന്നാലെ പോയിരുന്നു എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ചിന്തയിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. പിറന്നത് പെണ്ണാണ് എന്ന കാര്യത്തെ അറിയിച്ചാൽ എന്നല്ല, പിറന്നത് പെണ്ണാണ് നീ സന്തോഷിക്കണം എന്ന് അറിയിച്ചാൽ വഇദാ ബുശ്ശിറ, സന്തോഷിക്കണം. ബശറ യുബശ്ശിറു എന്ന പ്രയോഗം ഖുർആനിൽ പറയുന്നത് സ്വർഗം കിട്ടുന്ന സന്തോഷം പറയുമ്പോഴാണ്. അപ്പൊ പെൺകുട്ടി മുഖേന സ്വർഗത്തിൽ എത്താൻ നിനക്ക് കഴിയുമെന്നൊരു സൂചനയാണ് പെണ്ണ് പിറന്നത് ഒരു സന്തോഷമായി അറിയിക്കുക എന്ന പ്രമേയം ഈ ഒരൊറ്റ വചനത്തിലൂടെ വിഭാവനം ചെയ്യുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷിച്ചോ പെണ്ണാ പിറന്നത് എന്ന് പറയപ്പെട്ടാൽ ആ സമയം ഇത്തരം ആളുകളുടെ മുഖം വാടാണ്. ആരുടെ? സ്ത്രീകളെ കുഴിച്ചു മൂടപ്പെടണം, അവരുടെ ജന്മ അവകാശവും ജീവിതാവകാശവും വേണ്ടെന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത അറബ് സമൂഹത്തിലെ നിഷ്ഠൂരന്മാരുടെ മുഖം വാടിയിരുന്നു. ദിവസങ്ങളോളം മാസങ്ങളോളം പെണ്ണ് പിറന്നതിന്റെ ദുഃഖഭാരത്താൽ മുഖം താഴ്ത്തിയിരുന്നു. യതവാറാ മിനൽ ഖൗമി,
ജനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒളിവിൽ പോവുമായിരുന്നു. മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, അവന് സ്വർഗം കിട്ടുമെന്ന സന്തോഷം പറഞ്ഞതിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവൻ പിന്നെ ചിന്തിക്കുന്ന നീറുന്ന ചിന്ത, ഈ നിന്ദ്യത അനുഭവിച്ചുകൊണ്ട് ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോവണോ അതോ മണ്ണിൽ ജീവനോടെ കുഴിച്ചുമുടണോ? ഖുർആന്റെ ആയത്താണ്. അങ്ങനെ ഒരു കാലഘട്ടത്തില് ശൈശവ ജീവനുകൾക്ക് വിലയുണ്ടെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തിയുടെ വളർച്ചയുടെ ആദ്യ ഘട്ടമായി ശൈശവം, അതിന് ഒരു ജീവിതം കൊടുത്തു എന്നതാണ് ഒരു ശിശുദിനത്തിൽ ആദ്യം ഓർക്കേണ്ട ചരിത്രം. എന്നാൽ ഈ ശൈശവ ദിശയിലെ അത്ഭുതങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് ഖുർആൻ. ഒരു ശിശുദിനത്തോട് സമീപത്ത് നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നതിന്റെ ഏത് തലത്തിൽ നമ്മൾ നിൽക്കുന്നു? എന്താ അവരുടെ അവകാശം? അവർക്ക് ജീവിക്കാനുള്ള അവകാശം പരിശുദ്ധ ഖുർആൻ കൃത്യമായത് പറഞ്ഞു. പിന്നെ അവരുടെ ആത്മാഭിമാനം, അവരുടെ സംസ്കാരം, അവരുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ അവരുടെ അവകാശം. ആ രീതിയിലേക്കുള്ള തത്വാധിഷ്ഠിതമായ ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കാൻ കൃത്യമായി തന്നെ ഇസ്ലാമിക ശരീഅത്ത് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അത്ഭുതങ്ങൾ ശൈശവത്തിൽ പ്രകടിപ്പിച്ച കുട്ടികൾ എത്രയാ പറഞ്ഞിട്ടുള്ളത്? അവർക്ക് ആ അത്ഭുതം സാധ്യമായത് നമ്മുടെ മക്കളിലൂടെയും സാധ്യമാവാം ഒരു പരിധിവരെ. പക്വത എന്ന് പറയുന്നതിന് പ്രായത്തെ മാനദണ്ഡമാക്കിയിരുന്ന ഒരു പറച്ചിലെങ്കിലും കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായി. ഇന്നതില്ല. പ്രായത്തിൽ പക്വതയുണ്ടോ? പക്വത എന്നതിനെ പ്രായം കൊണ്ടല്ല ഇസ്ലാം മാനദണ്ഡമാക്കിയത്, ദീന് കൊണ്ടാണ്. ദീനുണ്ടെങ്കിൽ ആ പക്വത, അല്ലാതെ തലമുടി നരച്ചു എന്നത് പക്വതയുടെ മാനദണ്ഡം അല്ല. പ്രായമായി എന്നത് മാനദണ്ഡമല്ല. ഫതഹുൽ മുഈൻ അടക്കമുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രം അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം റുസ്ദ് എന്നതാണ്. റുസ്ദ് എന്നത് ദീനി ചിന്തയാണ്. അത് കുട്ടികളിൽ ഇല്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അത് പ്രായമായവരിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയാനും പറ്റില്ല. യാദൃച്ഛികമായി ചില രീതികൾ അങ്ങനെ കുറച്ചു കാലം മുമ്പ് വരെ പ്രായമായവരിൽ ദീനുണ്ടായ അതിന്റെ പേരിൽ ആ പക്വത കാണപ്പെട്ടു എന്നൊക്കെ പറയാമെന്നല്ലാതെ അതൊരു സ്ഥിരതയുള്ള ഒരു രീതിയേ അല്ല. എന്നാ കേട്ടോളൂ, വ്യക്തിയുടെ വളർച്ചയുടെ ആദ്യഘട്ടമായ ശൈശവത്തിന്റെ അത്ഭുതങ്ങൾ, ആ ശൈശവം തൊട്ടിൽ പ്രായം, അന്ന് പറഞ്ഞ വാക്കുകൾക്ക് വഹയിന്റെ മൂല്യം കൊടുത്ത് വഹിയായി തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിന്നീട് ഖുർആന്റെ ആയത്തുകളായി ചേർത്തു. അപ്പൊ ആ ശൈശവത്തിന്റെ പക്വത എത്രയാണ്? ആരാ ശൈശവത്തിന്റെ അത്ഭുതം? മഹാനായ സയ്യിദുനാ ഈസാ മറിയം റളിയല്ലാഹു അൻഹയുടെ പ്രസവത്തിന്റെ തൊട്ടടുത്ത സമയത്ത് അസമൂഹം വന്നുകൊണ്ട് മഹ്ദി അവരുടെ മുഖത്ത് നോക്കി വിമർശിച്ചു, കുറ്റം പറഞ്ഞ നേരത്തെ ഖുർആൻ ഉദ്ധരിക്കുകയാം. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. നിന്റെ ആങ്ങളയോ നിന്റെ പിതാവോ നിന്റെ മാതാവോ ഇതുപോലെ പറയിപ്പിച്ചിട്ടില്ല പെണ്ണേ. വാപ്പാക്കും ഉമ്മാക്കും സൂത്രത്തിൽ വിളിച്ചു. എന്നിട്ടോ ഈ കുഞ്ഞിന്റെ പിതൃത്വത്തെ കുറിച്ച് ചോദിക്കാനാ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വന്നത്. കുറെ സദാചാര പോലീസുകാർ വന്നുകൊണ്ട് മറിയമിനെ കുടയാൻ തുടങ്ങി. മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് വല്ല കുലുക്കമുണ്ടോ? അള്ളാഹുവിനെ അനുഭവിച്ച, ഹൃദയം കൊണ്ട് ഈമാന്റെ മധുരമറിഞ്ഞ പെണ്ണിന് വല്ല കുലുക്കവുമുണ്ടോ? മറുപടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആ മറുപടിയിൽ തൃപ്തരല്ല. കുട്ടിയുടെ വാപ്പ ആര് എന്ന് പറയാൻ, കുട്ടിയുടെ അടിസ്ഥാനം എന്തെന്ന് പറയാൻ കുട്ടി തന്നെ വാചാലമാവട്ടെ. മറിയമിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ കൈവിരലുകൾ തൊട്ടിലേക്ക് നീളുകയാ. കുട്ടി പറയട്ടെ. മറിയമിന്റെ കറാമത്ത്, ഈസാ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത്. എന്റെ പ്രിയമുള്ളവരെ, കൈ ചൂണ്ടി എന്നാ ഖുർആൻ പറഞ്ഞത്. കൈ ചൂണ്ടിയതേ ഉള്ളൂ. കുട്ടി പറയാൻ തുടങ്ങി.
ആരാണ് ഞാനെന്നറിയുമോ? കൈ ചൂണ്ടുന്ന നേരത്തെ അവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ഇപ്പൊ ഈ തൊട്ടിലിൽ കിടക്കുന്ന ആള് പറയാ? അത് അതിലും വലിയ പൊട്ടത്തരല്ലേ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സുബിയ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് പോയിട്ട് നിന്റെ പിതൃത്വം എവിടെയെന്ന് ചോദിക്കാൻ ഞങ്ങൾ ചോദിക്കണം. എങ്ങനെ ചോദിക്കാനപ്പോ? നിങ്ങൾ ചോദിച്ചാലും ഇല്ലേലും പറയുമല്ലോ. ഈസാ അലൈഹിസ്സലാം പറയാൻ തുടങ്ങി, ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, അവൻ എനിക്ക് പരിശുദ്ധമായ ഇൻജീൽ തന്നിട്ടുണ്ട്, എന്നെ അവന്റെ പ്രവാചക പരമ്പരയിലേക്ക് ചേർത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇത്രയൊക്കെ മഹത്വങ്ങൾ നിറഞ്ഞ ഒരു മഹാൻ എന്ന നിലയിൽ അല്ലാഹു എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനം എത്രയെന്നറിയുമോ? വജഅലനീ മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും അവിടെ ബറക്കത്താ, അവിടെ ബറക്കത്താ സയ്യിദുനാ ഈസാ. ഇത് ഖുർആന്റെ ആയത്താ. ഒരു മഹാൻ എവിടെയാണെങ്കിലും അവിടെ ബറക്കത്ത് എന്ന് തൊട്ടിലിൽ കിടന്ന അന്ന് ഈസാ നബി പറഞ്ഞതാ. ഒരു മഹാൻ എവിടെയുണ്ടെങ്കിലും അവിടെ ബറക്കത്ത് എന്ന് തൊട്ടിലിൽ കിടന്ന് അന്ന് ഈസാ നബി പറഞ്ഞ വാക്കിന് അപക്വമെന്ന് പറയാവതല്ല, വഹയിന്റെ മൂല്യം നൽകി സൂറത്ത് മറിയമിന്റെ ആയത്തുകളാക്കി. മാത്രവുമല്ല, എന്നോട് എന്റെ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ജീവന്റെ അവസാനത്തെ തുടിപ്പ് എന്നിലുള്ള ഇടത്തോളം കാലം എന്റെ നിസ്കാരം സമയബന്ധിതമായി ഞാൻ നിർവഹിക്കണമെന്നത് എന്നിൽ ആജ്ഞയുള്ളതാ. ആരായി പറയുന്നത്? നിസ്കാരത്തിന്റെ സമയബന്ധിതമായ നിർവഹണത്തിന്റെ പരിശീലനത്തിന്റെ ആദ്യപടി 7 വയസ്സിലെത്തുമ്പോഴാ. ശൈശവം അത്ഭുതം പറയാ, എന്നിലത് അർപ്പിതമാണ്, എന്റെ മരണം വരെ എന്നിലത് അർപ്പിതമാണെന്ന് പറയുന്ന അത്ഭുത വാക്കുകൾ ഖുർആന്റെ വഹയിന്റെ രൂപമായി ഒരു ശിശു പറയാണ്. മാത്രമല്ല, ഞാൻ ഈ നിയോഗത്തിന്റെ ഏറ്റവും വലിയ ഒരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത് എന്റെ ഉമ്മാന്റെ ഖാദിമാവണമെന്നതാണ്. ഉമ്മയോട് ചേർത്ത് പറഞ്ഞു. 25 സ്ഥലത്താണ് ഈസാ നബിയെ പേര് പറഞ്ഞത് ഖുർആൻ. 34 സ്ഥലത്ത് ഈസയുടെ ഉമ്മയെ പറഞ്ഞു റളിയല്ലാഹു അൻഹാ. 114 അധ്യായങ്ങളിൽ ഈസാ നബിയുടെ പേരിൽ അധ്യായമില്ല. എന്നാൽ 113 അധ്യായം മാറ്റിവെച്ചാൽ ഒരു പെണ്ണിന്റെ പേരിൽ ഒരു അധ്യായം, സൂറത്ത് മറിയം. ആ ഉമ്മാക്ക് ഖാദിമാവാൻ അല്ലാഹു എന്നെ നിയോഗിച്ചു. വബറം ബിവാലിദതി വബറം ബിവാലിദതി വലം ജഅൽനി ജബ്ബാറൻ ശഖിയാ. വബറം ബിവാലിദതി, എന്റെ ഉമ്മാക്ക് ഞാൻ ചെയ്യൽ എന്നിൽ അർപ്പിതമായ സർവ ഹിദ്മത്തും അത് ചെയ്യാൻ ഞാൻ ഏറ്റെടുത്തതാണ്. ബർറ് എന്നതിൽ നിന്ന് അൽബിറു വന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ ഉമ്മാക്ക് ഞാൻ ഹിദ്മ ചെയ്യാൻ ഏറ്റെടുത്തതാ. ഈ കുട്ടി പിറന്ന ദിവസം അല്ലാഹു പരിഗണിച്ച ദിവസമാ. ലോകത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു ശിശുദിനം അതാണെന്ന് ഖുർആൻ. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു, ഇങ്ങനെയുള്ള ഞാൻ ജനിച്ച അന്ന് എന്നിൽ അല്ലാഹുവിന്റെ ആശീർവാദം ഉണ്ടാവട്ടെ എന്നവന്റെ പ്രഖ്യാപനമുണ്ട്. സയ്യിദുനാ ഈസാ, ഇങ്ങനത്തെ കുട്ടി ജനിച്ച ആ ദിവസം. അപ്പൊ ഒരു മഹാന്റെ ജനനത്തിൽ പ്രത്യേകതയുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ വഹയിന്റെ മൂല്യം പറഞ്ഞ ആ വാക്കുകൾ ഉച്ചരിച്ച കുഞ്ഞു ചുണ്ടുണ്ടല്ലോ, അതിന്റെ പിറവി അന്ന് അല്ലാഹുവിന്റെ ആശീർവാദം ഉണ്ടെന്ന് അല്ല പറഞ്ഞതായി കുട്ടി തന്നെ പറയാം. എത്ര പിഞ്ചു പ്രായത്തിലാണ് ദീനിന്റെ ചിന്ത വിഭാവനം ചെയ്യുന്ന ഈ വാക്കുകൾ. അത്ഭുതം. തൊട്ടിലിൽ കിടന്നുകൊണ്ട് കുഞ്ഞ് സംസാരിച്ചത് അത്ഭുതം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. തൊട്ടിലിൽ കിടന്ന് 3 കുട്ടികൾ സംസാരിച്ച അത്ഭുതത്തെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ.
തൊട്ടിലിൽ കിടന്ന് 3 കുട്ടികൾ സംസാരിച്ചു. സ്വഹാബികൾ ഇങ്ങനെ നോക്കി നിൽക്കാം. ഒന്നാമത്തെ കുട്ടി മഹാനായ ഈസാ അലൈഹിസ്സലാം, രണ്ടാമത്തെ കുട്ടി മഹാനായ ജുറൈജിന്റെ മുന്നിൽ സംസാരിച്ച കുട്ടിയാ റളിയല്ലാഹു അൻഹു. ഇസ്രായേലി സമൂഹത്തിൽ ആബിദായ ഒരു മഹാനുണ്ടായിരുന്നു, ജുറൈജ് എന്ന പേര് റളിയല്ലാഹു അൻഹു. കളിമണ്ണിന്റെ കട്ട പണിതിട്ട് ആ ഇഷ്ടിക കട്ടകളുടെ ഇടയിൽ ഒരു മേൽക്കൂര വലിച്ചു കെട്ടിയിട്ട് ആരും ശ്രദ്ധിക്കാത്ത ഇടത്തിൽ പോയി ഇബാദത്ത് ചെയ്ത ഒരു മഹാനായ സൂഫി ഉണ്ടായിരുന്നു ഇസ്രായേലി സമൂഹത്തില്. പേര് ജുറൈജ് എന്ന റളിയല്ലാഹു അൻഹു. ഉമ്മ വന്നുകൊണ്ട് പുറത്തു നിന്ന് വിളിച്ചു. ജുറൈജിന്റെ ഉമ്മ ഒരു മുൻകോപക്കാരിയായിരുന്നു. ഒന്നാമത്തെ വിളിക്ക് ഉത്തരം ചെയ്യാൻ മഹാനവറുകൾ നിസ്കാരത്തിലായിരുന്നു. മുത്തുനബി പറയാണ്, ആ നിസ്കാരം ഉപേക്ഷിക്കണോ ഉമ്മാക്ക് ഉത്തരം ചെയ്യണോ എന്ന ധർമ്മസങ്കടത്തിൽ നിസ്കാരം പൂർത്തീകരിച്ച് വേഗത്തിൽ ചെന്ന് വാതിൽക്കൽ നിന്ന് നോക്കി ഉമ്മയെ കണ്ടില്ല. ഉമ്മ പിന്നെയും കുറെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വിളിച്ചു. അപ്പോഴും സ്വാഭാവികമായി ജുറൈജ് നിസ്കാരത്തിലാണ് റളിയല്ലാഹു അൻഹു. മൂന്നാം വട്ടവും ഉമ്മ വന്നു. 3 പ്രാവശ്യവും മകന്റെ ഉത്തരം കേൾക്കാതെ വന്നപ്പോ അവിടെ വെച്ചുകൊണ്ട് ഉമ്മ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ നീ മരിപ്പിക്കുന്നതിന് മുന്നേ ആരോപണങ്ങളിൽ ചേർക്കണേ. മരിക്കുന്നതിന് മുന്നിൽ ഇവനെ ആരോപണത്തിൽ ചേർക്കണം. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു. ഉമ്മാന്റെ ദുആയല്ലേ, അല്ലാഹു അത് കേട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു പെണ്ണ് വ്യഭിചാര മോഹവുമായി ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്നു. ശ്രമിച്ചു, മഹാനവറുകൾ ആട്ടി ഓടിച്ചു. ചുരുക്കി പറയാം, അതിലൂടെ പോയ ഒരു ആട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട അവൾ ഗർഭിണിയായി. സമൂഹത്തിന്റെ മുന്നിൽ ഇതിന്റെ ഉത്തരവാദി ജുറൈജാണെന്ന് വരുത്തി തീർത്തു. അന്നും സദാചാര പോലീസ് വന്ന്, ജീവിതത്തിൽ ഇല്ലാത്തത് പ്രവർത്തിക്കാൻ വരുന്ന സദാചാര പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ട് ആ ഹൈമ പൊളിച്ചു കളഞ്ഞ് മഹാനവറുകളെ ക്രൂശിക്കാൻ തയ്യാറായി. കുഞ്ഞ് ജനിച്ചു. ആ സൂഫിയായ മഹാന്റെ മുന്നിൽ കുഞ്ഞിനെ കൊണ്ടുവരപ്പെട്ടു. കുഞ്ഞിന്റെ പിതൃത്വത്തെ കുറിച്ച് കുഞ്ഞിനോട് തന്നെ പറയാൻ ആ മഹാനവറുകൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആവശ്യപ്പെട്ടു. കുട്ടി പറഞ്ഞു, ആട്ടിടയനാണ് എന്റെ വാപ്പ. ഇങ്ങനെ ഒരു അത്ഭുതം പറഞ്ഞ കുട്ടിയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പകരമായി സ്വർണത്തിന്റെയും വെള്ളിയുടെയും മണിമന്ദിരങ്ങൾ പണിഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, എനിക്ക് ആ പഴയ തന്നെ മതി. മൂന്നാമതൊരു കുട്ടിയുണ്ടെന്ന് ഹബീബ് പറയാം. ശൈശവത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് ചിന്തിക്കാത്തവരോ പറയാത്തവരോ അല്ല അല്ലാഹുവിന്റെ ഹബീബും പിന്നീട് വന്നവരും. ശൈശവത്തിന് ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇമാം ശാഫിഈയോട് ഒരാൾ ചോദിച്ചല്ലോ, ലോകം കണ്ട പ്രതിഭാശാലികളിൽ പ്രമുഖനല്ലേ, അതുപോലെ ഒന്ന് അതിനുശേഷം ഈ പ്രപഞ്ചം കണ്ടിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നുണ്ട്, ഇമാം ശാഫിഈയെ പോലെയുള്ള ഒരു സൃഷ്ടി അതിനുശേഷം വന്നിട്ടില്ല. എന്താണ് ഈ ബുദ്ധി കൂർമ്മതയുടെ കാരണമെന്ന് ചോദിച്ചപ്പോ, മുലയൂട്ടുന്ന പ്രായത്തിൽ ഉളു ഇല്ലാതെ എന്റെ ഉമ്മ ഒരിക്കൽ പോലും എനിക്ക് അമ്മിഞ്ഞ തന്നിട്ടില്ല. അതിന്റെ ബറക്കത്താണ്. സാധിച്ചുകൂടെ? ഇസ്ലാം പഠിപ്പിച്ച അദബുകളും ഇസ്ലാം പഠിപ്പിച്ചതായ ദീനി നിഷ്ഠയുടെ തത്വങ്ങളും ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ തുടക്കം മുതൽക്ക് ഉണ്ടെങ്കിൽ ഈ അത്ഭുതങ്ങൾ ഇനിയും ആവർത്തിക്കും. മൂന്നാമത്തെ കുഞ്ഞിനെ കുറിച്ച് സ്വഹാബികളുടെ മുന്നിൽ ഹബീബ് പറയാ. ഇസ്രായേലി സമൂഹത്തിൽ തന്നെ ഒരു പെണ്ണ് കൊച്ചിന് പാല് കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴുണ്ട് അതിലൂടെ ഒരു കച്ചവടക്കാരൻ പോയി. ഉമ്മ ദുആയിരുന്നു, പടച്ചോനെ ആ കച്ചവടക്കാരനെ പോലെ എന്റെ മോനെ നീ ആക്കണേ. കുട്ടി പെട്ടെന്ന് മാരടത്തിൽ നിന്നും മുഖം മാറ്റിയിട്ട് ആ ചെറിയ ചുണ്ട് വെച്ചുകൊണ്ട് ദുആയിരുന്നു, പടച്ചോനെ ലാ തജഅൽനി മിസ്ലാ, അതുപോലെ എന്നെ ആക്കല്ലേ അല്ലാ. എന്തായി കുട്ടി പറയണ? കൊച്ചിങ്ങനെ വർത്താനം പറയൂ. പിന്നെയും ഉമ്മമാരോട് ചേർത്തു വീണ്ടും ഉമ്മ ദുആ ചെയ്തു, ആ കച്ചവടക്കാരനെ പോലെ എന്റെ മോനെ നീ ആക്കണേ. അപ്പൊ തന്നെ കുട്ടി ഗൗരവത്തോടെ മാറിടത്തിൽ നിന്നും തള്ളി മാറി മുഖം തിരിച്ചിട്ട് ദുആ ചെയ്തു. ആ കിളിനാദം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ലാ, പടച്ചോനെ അതുപോലെ എന്നെ ആക്കല്ലേ.
3 വട്ടം ഉമ്മാന്റെ ദുആ, 3 വട്ടം മകന്റെ മറുപടി ദുആ. 4ാമത് അവിടെ ഒരു അടിമപ്പെണ്ണ് പോയി. അവളിൽ ജനങ്ങൾ മുഴുവനും വ്യഭിചാര ആരോപണം പറയപ്പെട്ടവളാ, സമൂഹം അകറ്റി നിർത്തിയവളാ. അവളെപ്പോലെ എന്റെ മോനെ നീ ആക്കല്ലേ ഉമ്മാന്റെ ദുആ. മാരടത്തിൽ അള്ളിപ്പിടിച്ച് ഉറിഞ്ചി കുടിക്കുന്ന ആ പാലിന്റെ മധുരം മാറ്റിവെച്ചുകൊണ്ട് പൊന്നുമോന്റെ മറുപടി ദുആ. അല്ലാഹുവേ, ആ പെണ്ണ് മഹദിയ, നീ ആദരിച്ചവളാ. ജനങ്ങളുടെ ആരോപണം സത്യമല്ല അല്ലാ. അവളെ പോലായാൽ മതി എനിക്ക്, നിന്റെ സ്വർഗം ഉറപ്പുള്ളവളാവളെന്ന കുട്ടിയുടെ അത്ഭുതപ്പെടുത്തുന്ന വാക്കുകൾക്ക് ഉമ്മ സാക്ഷി. ഈ പ്രപഞ്ചം കണ്ട 3 അത്ഭുതമാ. തൊട്ടിൽ പ്രായത്തിൽ സംസാരിച്ച ഈ 3 കുഞ്ഞുങ്ങളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആത്മീയ പ്രഭാഷണത്തിന്റെ ഗോഥയിലേക്ക് വന്ന് 10,000 അള്ളാന്റെ ദീനിലേക്ക് ക്ഷണിച്ച ഒരു മഹാനുണ്ട്. 2ാമത്തെ വയസ്സിലെത്തി അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങുന്ന ആദ്യ പ്രായത്തിൽ തന്നെ ആ മോനോട് അള്ളാഹ് പറഞ്ഞു, ഇസ്രായേലി സമൂഹത്തിൽ അങ്ങ് അള്ളാഹുവിന്റെ ദീൻ പറയണം, വഅദ് പറയണം, ജനങ്ങളെ ക്ഷണിക്കണം. തൗറാത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പലക കഷ്ണങ്ങളെ വലിച്ചു കൊണ്ടുവരാ. എടുത്തു പൊക്കാൻ കഴിയില്ല, 2 വയസ്സേ ഉള്ളൂ. ആ മോനോട് അള്ളാഹ് പറഞ്ഞു, കയ്യിലുള്ള തൗറാത്തിന്റെ തങ്കലിപി ഏറ്റവും സരളമായ ഭാഷയിൽ മനുഷ്യ ഹൃദയങ്ങളിൽ കൊത്തിവെക്കും വിധം അങ്ങയുടെ വശ്യമനോഹരമായ അവതരണ ശൈലി ദീനങ്ങ് പറയണം. പിന്നീട് നബിയാവേണ്ട ആളാ. 2ാമത്തെ വയസ്സിൽ പണി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഇനി 38 കൊല്ലം കഴിഞ്ഞിട്ടാ നബിയാവൂ. ആ 2ാമത്തെ വയസ്സിൽ പണി തുടങ്ങി. ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ 10,000 അത്ഭുത ബാലന്റെ വാക്കുകൾ കേൾക്കാൻ 2 വയസ്സിൽ മുന്നിൽ കൂടിയത് മഹാനായ യഹ്യ അലൈഹിസ്സലാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അമ്പിയാക്കളിൽ ഏറ്റവും വേഗത്തിൽ ഹിസാബ് പൂർത്തിയാകുന്ന മഹാൻ യഹ്യയാണ് അലൈഹിസ്സലാം. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈസ നബിയുടെയും ആത്മീയ ഗുരുവാണ്. യഹ്യ നബിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിലൊക്കെ 10,000 ചിന്തകൾ ഒരു മണിക്കൂറിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നു. യഹ്യ നബിയുടെ ജീവിതത്തിൽ ഒറ്റ ചിന്ത ഉണ്ടായിട്ടുള്ള മനസ്സിൽ, അല്ലാ എന്ന ചിന്ത. അത് ഒരിക്കൽ പോലും മാറി നിന്നിട്ടില്ല. തൊറഫത്തൈൻ, ഒരു കണ്ണ് അങ്ങും ഇങ്ങും കൂടുന്ന മൈക്രോ സെക്കൻഡ് ടൈം പോലും അല്ലാഹ് എന്ന ചിന്ത മനസ്സിൽ നിന്ന് പോവാത്ത അത്ഭുതം അങ്ങനെ നിലനിർത്താൻ കഴിഞ്ഞ 10 സെക്കൻഡ് ഈ 60-70 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യന് കഴിയുന്നില്ല. ആ ഒരു ചിന്തയിൽ മനസ്സിനെ ഏകീകരിക്കാൻ കഴിയുന്നില്ല, കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഒരു ആയുസ് മുഴുവനും അങ്ങനെ ജീവിച്ച അത്ഭുതമാ മഹാനായ യഹ്യ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് എടുത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ്യാ വഹനാനം മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യാ وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. ഏറ്റവും മനോഹരമായ വാഗ്വിലാസത്തിന്റെ ഉടമയായിരുന്നു യഹ്യ. ആലോചിച്ച് നോക്കണം. ഫറോവയുടെ കൊട്ടാരത്തിൽ വെച്ച് പരീക്ഷണാർത്ഥം തീക്കനൽ വായയിൽ വെച്ച് ചുണ്ടും നാവും പൊള്ളിയതിന്റെ സംസാര കൊഞ്ഞിപ്പുണ്ടായ മൂസ നബിക്ക് ദീൻ പറയുമ്പോൾ അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടി ആ കാലഘട്ടത്തിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച സഹോദരനായ ജ്യേഷ്ഠനായ ഹാറൂൻ നബിക്ക് നുബുവത്തും കൂടി കൊടുക്കാൻ ദുആ ചെയ്ത് മൂസ നബിയുടെ ഊന്നുവടി പോലെ നുബുവത്തിന്റെ മനോഹരമായ സംഭാഷണങ്ങൾക്ക് ദഅവത്തുകൾക്ക് പ്രിയപ്പെട്ട സഹോദരനെ നബിയാക്കാൻ വേണ്ടി പോലും പ്രാർത്ഥിച്ച അത്ര വലിയ ആവശ്യമായ വാഗ്വിലാസം, വാചാലത
മൂസ നബിക്ക് സെപ്പറേറ്റായി അള്ളാഹു വെച്ചു കൊടുക്കേണ്ടി വന്നത് 40 വയസ്സിന് ശേഷമാണ്. ഹാറൂന അഖീ ഉസ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി. എന്നാൽ 2 വയസ്സുകാരന്റെ മനോഹരമായ കിളിനാദം തൗറാത്തിന്റെ തങ്കലിപിയുടെ സാധാരണക്കാരന് ദഹിക്കുന്ന ഭാഷ യഹ്യ നബിയോട് പറഞ്ഞു, ഖുദിൽ കിതാബ്. 2 വയസ്സുകാരന് എന്താ കഴിയാ? 2 വയസ്സുകാരന് മാക്സിമം കഴിയുന്നത് ഒരു 4 വയസ്സാവുമ്പോഴേക്കും ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ സിനിമാ ഗാനങ്ങൾ പാടാനുള്ള പ്രാപ്തിയിലെത്തിക്കുന്നതിന്റെ വലിയൊരു സന്തോഷത്തിമിർപ്പില ഇന്നത്തെ മീഡിയകളുടെ കൂടെ നമ്മളും. അള്ളാഹുവിന്റെ ഖുർആനിൽ തെറ്റുകൂടാതെയുള്ളതായ ഉച്ചാരണത്തിലേക്ക് മക്കളെ പ്രാപ്തമാക്കാൻ ഇഫ്തഹു അലാ സുബിയാനിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ ജാമിഉൽ സഗീറിലും മറ്റുമൊക്കെ ജാമിഉൽ ഹദീസിലും മറ്റും കാണുന്ന ഹദീസാണ്. കുഞ്ഞിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടിക്കൊടുത്തും പറഞ്ഞുകൊടുത്തും ചൊല്ലിപ്പിച്ചും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണേ നബി മുഹമ്മദ് മുസ്തഫ. 2 വയസ്സിൽ തൗറാത്ത് എടുത്ത് വഴുതു പറഞ്ഞു. 3 വയസ്സിൽ നുബുവത്തിൽ ഒരു മനുഷ്യൻ നിന്നാൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കും മധ്യസ്ഥകൾക്കും മഹാനവറുകൾ മുന്നിൽ വന്നു. ദൗത്യം മറ്റൊന്നുമല്ല, ആ കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദം അന്ന് പറഞ്ഞു, വബർറം ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണപ്പെടുന്ന കുട്ടിയാവണം എന്നതാണ് എന്റെ ലക്ഷ്യം. ശൈശവത്തിന്റെ ചിന്ത. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഒരു മോൻ ഉണ്ടാവാൻ നിസ്കാരത്തോടനുബന്ധമായി വാപ്പ ദുആ ചെയ്തതാ. ഇന്ന് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം അന്നത്തിനേക്കാൾ കൂടുതൽ ഇന്നുണ്ട്. അന്ന് 5 വഖത്തിൽ പറയപ്പെട്ട ഈ 5 വഖത്തിൽ പറയപ്പെട്ട നിസ്കാരം അന്നില്ല. അത് 5 ശരീഅത്തിൽ കടന്നത് 5ഉം ഒന്നാക്കി ഈ ശരീഅത്തിൽ കൊണ്ടുവരപ്പെട്ടതാ. അന്നാ വാപ്പ ദുആ ദുആ ഇന്നുണ്ട്. എന്നിട്ടും ഇന്നത്തെ വാപ്പാക്ക് അന്നത്തേതിനേക്കാളും വലിയ നിസ്കാരം ഉണ്ടായിട്ടും ആ ദുആ ഉണ്ടായിട്ടും ഇന്ന് ലക്ഷത്തിലൊരു കുട്ടി അതുപോലെ ഉണ്ടാവുന്നില്ലല്ലോ. ഇത് നുബുവത്തുള്ള കുട്ടിയെ പറ്റിയല്ല പറഞ്ഞത്. നുബുവത്ത് 40 വയസ്സിലാണെന്നങ്ങ് വെച്ചോ. ആ പക്വത നേരത്തെ കിട്ടിയ കുട്ടി, അതിന്റെ 100-1 ഫലം സമൂഹത്തിനുണ്ടാവുന്ന ഒരു കുഞ്ഞിനെ വാർക്കാൻ ഇത്ര കോഴ്സുകൾ ഉണ്ടായിട്ട് നമുക്ക് സാധ്യമല്ല. എന്നാ ആ ദുആ എന്നുണ്ട്. ആ ദുആ നിസ്കാര ശേഷം മഹാനായ യഹ്യാ നബിയുടെ പിതാവ് സക്കരിയാ നബിയെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് മിഹ്റാബിന്റെ പ്രയോഗമുണ്ട്, പള്ളിയുടെ പ്രയോഗമുണ്ട്, ബൈത്തുൽ മുഖദ്ദസിനോട് ചേർത്ത് പറയുന്ന ജീവിതങ്ങളാണതൊക്കെ. അത്രയും നിസ്കാരത്തോടും പള്ളിയോടും ചേർന്ന് നിന്ന ആ പിതാവിന്റെ അന്നത്തെ ദുആ, ഹുനാലിക ദആ സക്കരിയാ റബ്ബഹ് ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. ഇതാണ് ആ ദുആ. ഇതാണ് ആ ദുആ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവേ, എനിക്കും എന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒരു പരിശുദ്ധമായ ജീവിതം കിട്ടണം. എനിക്കതിനായി മക്കളും മക്കളുടെ മക്കളും ഒക്കെ വേണം, ദുരിയത്ത് വേണം. അത് നീ ഓസാരമായി തരണം. ഇന്നക സമീഉദ് ദുആ. മക്കളില്ലാത്തവർക്ക് ഈ ദുആ നിരന്തരം വർദ്ധിപ്പിച്ചാൽ മക്കളുണ്ടാവാൻ എളുപ്പമെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ആലി ഇമ്രാനിലെ 38-ാമത്തെ ആയത്തിൽ പറഞ്ഞ ദുആ നിസ്കാര ശേഷം പതിവാക്കാൻ, ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഇതൊരു ഭാഗമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല മക്കളെ കിട്ടും. ശിശുദിനം നമ്മുടെ മുന്നിൽ പറയേണ്ടത് ഇതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ.
അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി ചെയ്ത, പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹ്. പല ആശുപത്രികളിലും പലരും രോഗങ്ങളും അപകടങ്ങളുമായി എത്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും ശിഫാവും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്തേക്ക് ജോലി തേടിപ്പോയ സഹോദരങ്ങൾ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖൈറായ ജോലി അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്ക് അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ, അവർക്ക് നീ സ്വർഗം കൊടുക്ക് അല്ലാഹ്. ദുനിയാവിൽ അവർക്ക് കിട്ടാതെ പോയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും പകരം നീ ആഖിറത്തിന്റെ സൗഭാഗ്യങ്ങൾ കൊടുക്ക് അല്ലാഹ്. വൈകാത്ത ഭാവിയിൽ റബ്ബേ, ഇസ്രായേലിന്റെ നരമേധം നീ അവസാനിപ്പിച്ച് അവരെ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കോടിക്കണക്കിന് ആളുകൾ നിന്നിലേക്ക് കൈനീട്ടുന്നുണ്ടല്ലോ, ഒരാളുടേതെങ്കിലും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരമായി കാണാൻ, അല്ലാഹുവേ, വിഷാദമുറ്റി കണ്ണീരൊലിപ്പിക്കുന്ന കവിൾത്തടത്തിൽ ചിരിവിരിയാൻ വൈകല്ല റബ്ബേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ വിശാലമാക്കണം അല്ലാഹ്. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.